ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മുടിയുടെ കാര്യത്തിനെക്കുറിച്ച് മാത്രമാണ് കേട്ടോ. അപ്പോൾ മുടിയുടെ ആ ഒരു സംരക്ഷണവും മുടി എങ്ങനെ വളർത്തണം, മുടി എങ്ങനെ വളരും എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. അപ്പോൾ ആദ്യത്തെ പോയിൻ്റ് ഞാൻ പറയാം. മുടി കൊഴിച്ചൽ കൊണ്ട് നിങ്ങൾക്ക് വിഷമമുണ്ടോ? ഈ വീഡിയോ കാണുക കേട്ടോ. മുടി കൊഴിച്ചൽ കൊണ്ട് വിഷമമാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒരുപാട് പേര് എന്നെ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് മുടിയുടെ കാര്യത്തെക്കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത്. മുടിയിൽ എന്തൊക്കെ തേക്കാം, അതുപോലെ മുടിയിൽ എന്തൊക്കെ സംരക്ഷണങ്ങൾ വേണ്ടി വരും, എങ്ങനെയാണ് അത് സംരക്ഷിക്കേണ്ടത് എന്നൊക്കെ കുറിച്ച് ഒരുപാട് സംശയങ്ങളാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ പ്രൊഡക്റ്റിലും അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാറ്റങ്ങൾ വരുമോ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാത്തിനും ഉത്തരം പറഞ്ഞു തരാം. ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുടി നല്ല രീതിയിൽ വളരും. അതുപോലെ തന്നെ ഉള്ള മുടി കുറച്ചും കൂടി വളരും. അതുപോലെ തീരെ മുടിയില്ലാത്തവർക്കും മുടി വളരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ശ്രദ്ധിച്ച് കാണുക കേട്ടോ. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ മുടി കൊഴിച്ചിൽ കൊണ്ട് വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ആദ്യമേ തന്നെ മനസ്സ് ശാന്തമാക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി എളുപ്പത്തിനുള്ള ഒരു കാര്യവും ഞാൻ പറഞ്ഞു തരാം. എന്നാലും നിങ്ങൾ ഇതാദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മനസ്സൊന്ന് ശാന്തമാക്കുക കേട്ടോ. ശാന്തമാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? വറിയടിക്കാതിരിക്കുക. അത് തന്നെയാണ് മുടി കൊഴിച്ചലിൻ്റെ ഫസ്റ്റ് കാരണം കേട്ടോ. അപ്പോൾ ഇത് കൂടുതലായിട്ടും കാണുന്നത് കല്യാണം കഴിഞ്ഞ് കുറച്ച് ഒരു കുട്ടിയൊക്കെ ആകുന്ന സമയത്താണ് കൂടുതൽ ആൾക്കാർക്കും ഈ മുടി കൊഴിച്ചൽ കേട്ടോ. അതിന് വേണ്ടിയിട്ട് തിന്നാത്ത മരുന്നുകളൊന്നും ഉണ്ടാകത്തില്ല. അതിലൊന്നും നിങ്ങൾ മാറില്ല കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ പിന്നെ വരുന്ന രണ്ടാമത്തെ ആൾക്കാർക്ക് വരുന്നത് 30, 35, 45 അങ്ങനെ 30 കഴിഞ്ഞിട്ടുള്ള 30 വരെ പിന്നെയും പിടിച്ച് നിൽക്കാം. 35 ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഒത്തിരി മുടി കൊഴിച്ചലാണ്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് എല്ലാ ഭാരങ്ങളും ചുമലിലേറ്റി ഒന്നും ശ്രദ്ധിക്കാതെ അങ്ങനെ കടന്നു പോയവർക്കുമാണ് ഈ മുടി കൊഴിച്ചൽ. ഈ രണ്ട് കൂട്ടർക്കും ഒരുപോലെ മാറുന്ന ഒന്നാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ. ആദ്യം തന്നെ നിങ്ങൾ ആഹാര രീതിയിൽ കുറച്ച് ശ്രദ്ധിക്കുക. അത് നിങ്ങൾ മുട്ട കഴിക്കുക. പാല്, മുട്ട കഴിക്കാത്തവർ വേറെ രീതിയിൽ അതടങ്ങിയിട്ടുള്ളത് കഴിക്കുക. പാലും മുട്ടയും നിങ്ങൾ ഡെയിലി ഒരു അര ഗ്ലാസ് പാലെങ്കിലും നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ മുടി നല്ല മസാജ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും തല ചീകുമ്പോൾ അതുപോലെ 2-3 പ്രാവശ്യം നിങ്ങൾ തല ചീകണം. രാവിലെ ഒരു പ്രാവശ്യം, രാത്രി ഒരു പ്രാവശ്യം മാത്രമല്ല, 3-4 പ്രാവശ്യമെങ്കിലും നമ്മൾ തലമുടി വെറുതെ ഒന്ന് ചീപ്പ് കൊണ്ട് കോതി വിടുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് രക്തഓട്ടം വേണം, ബ്ലഡ് സർക്കുലേഷൻ വേണം. എന്നാലേ നമുക്ക് നമ്മളുടെ ശരീരം അനങ്ങുന്ന പോലെ ഈ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ മുടിക്ക് ആ ഒരു ജീവൻ വരികയുള്ളൂ കേട്ടോ. ഇതൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ്. നിങ്ങൾ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ടാകും. പക്ഷെ അങ്ങനെയല്ല, ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യണം. അതുപോലെ തന്നെ മുടിയുടെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ മുടി കോതുമ്പോൾ മുടിയുടെ ഇഴകളിൽ ഇങ്ങനെ വിരൽ കൊണ്ട് വെറുതെ ഇതിന് സമയമൊന്നും എടുക്കണ്ട, വെറുതെ ഇങ്ങനെ ആക്കിയിട്ട് മുടിയൊക്കെ ചീകുക. അതുപോലെ തന്നെ നിങ്ങൾ കുളിക്കാൻ പോകുമ്പോൾ വെറുതെ, ഞാൻ കുളിക്കുന്ന കാര്യം ചോദിക്കുമ്പോൾ വെറുതെ അവർ വെള്ളം ഒഴിച്ച് കുളിക്കുക ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയല്ല, തലമുടി നമ്മൾ കഴുകുമ്പോൾ ഇങ്ങനെ വിരലുകൾ കൊണ്ട് ഇങ്ങനെ ആക്കി സോപ്പ് തേക്കുന്നവരാണെങ്കിലും സോപ്പ് തേക്കാത്തവരാണെങ്കിലും വെറുതെ തന്നെ നമ്മൾ ചെറുതായിട്ട് 2 കൈ കൊണ്ടും വിരലുകൾ ഇങ്ങനെ മസാജ് ചെയ്ത് കുളിക്കുക ഡെയിലി കേട്ടോ. ഇതിപ്പോൾ സോപ്പ് തേക്കാത്തവർ ഒരുപാട് പേരുണ്ട്. ഷാമ്പുവും സോപ്പൊന്നും ഉപയോഗിക്കാത്തവർ ഒത്തിരി പേരുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ജനിച്ചപ്പോൾ മുതലേ എണ്ണയും തേക്കില്ല, സോപ്പ് വല്ലപ്പോഴും ഒക്കെ തേക്കുള്ളൂ. എന്നാലും മുടിയൊക്കെ നന്നായിട്ട് അവർ ആ ചൊറിഞ്ഞും ഇങ്ങനെയൊക്കെ കുളിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊക്കെ മൈന്യൂട്ടായിട്ടുള്ള കാര്യമാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് നേരമില്ല പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനൊന്നും നേരം കണ്ടെത്തേണ്ട ആവശ്യമില്ല. നമ്മൾ തിരക്കിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ കുളിക്കാൻ പോകുമ്പോൾ ഇതൊന്ന് ശ്രദ്ധയിൽ വരുത്തുക. അപ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ വിരലുകൾ കൊണ്ട് 2 വിരലുകൾ കൊണ്ട് മുടിയുടെ തലയോട്ടിയിലൊക്കെ നല്ലോണം ഇങ്ങനെ ചെറിയ രീതിയിൽ സ്ലോ ആയിട്ട് ഇങ്ങനെ ആക്കി കുളിക്കുക. അത് സോപ്പ് തേച്ചാലും ഇല്ലെങ്കിലും കേട്ടോ. ഒരുപാട് അമർത്തരുത്. എന്നിട്ട് തലമുടിയും ഇങ്ങനെ ആക്കി നല്ല തേച്ച് കഴുകിയെടുക്കുക കേട്ടോ. അതിപ്പോൾ സോപ്പ് തേക്കണമെന്നൊന്നുമില്ല. ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. ഇതിൽ തന്നെ നല്ല മുടി വളരും കേട്ടോ.
നിങ്ങൾ ഇല്ലയെന്നൊന്നും പറയണ്ട. അതുപോലെ തന്നെ മുരിങ്ങയില അത് ഇതൊക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുക. മുരിങ്ങയിലയിലൊക്കെ നല്ല മുടി വളർച്ചയ്ക്കുള്ള ഇതുണ്ട്. അതുപോലെ കറിവേപ്പില നിങ്ങൾ കറിയുടെ കൂടെ തേങ്ങ അരയ്ക്കുമ്പോൾ തന്നെ ഒത്തിരി കറിവേപ്പില അതിലിട്ട് അരച്ച് തേങ്ങ കറി വെച്ച് കഴിക്കുക. അതിൽ നന്നായിട്ട് മുടി വളരും. ഇതൊക്കെ തന്നെയാണ് എൻ്റെ രഹസ്യം. ഇതിൽ നിങ്ങൾ പണ്ടത്തെ ആൾക്കാരോട് ചോദിച്ചാലും നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. പക്ഷേ ഇപ്പം അതിനൊന്നും സമയമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇത് മൈന്യൂട്ടായിട്ടുള്ള കാര്യമാണെങ്കിലും ഒരുപാട് ശ്രദ്ധയോടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഒത്തിരി പേര് ഇന്നലെയും കൂടി എന്നോട് വിളിച്ചു, മുടി ഫ്രണ്ടിലത്തെ മുടികളെല്ലാം ഇങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോവുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനൊക്കെ ഞാൻ പരിഹാരമായിട്ട് ലാസ്റ്റ് പറഞ്ഞു തരാം. ഇപ്പം ഞാൻ ഇത് പറയാം. അതുപോലെ ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്പുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ മാറ്റം വരും. ചിലവർക്ക് 2 ദിവസം കൊണ്ട് തന്നെ മാറ്റം വരും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ മാറി പുതിയ മുടിയൊക്കെ വളർന്നു തുടങ്ങും. പിന്നെ മുടി കൊഴിച്ചിൽ നിർത്താൻ ഞാനൊക്കെ ചെയ്തത് ഇതേപോലെ അത്ര മുടി കൊഴിച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ഇടയ്ക്ക് കൊഴിയുമല്ലോ. അപ്പം ഞാനൊക്കെ ഇതൊക്കെ തന്നെയാണ് ചെയ്തിരുന്നത്. പിന്നെ വന്നിട്ട് എന്താണ്, കൊഴിഞ്ഞ മുടി വീണ്ടും വീണ്ടും എന്താണ് വളരാനായിട്ട് ഇതൊക്കെ സഹായിക്കും കേട്ടോ. അപ്പോൾ ഇതിനൊന്നും നേരമില്ലാത്തവർ എൻ്റെ ഹെയർ പാക്ക് ഉണ്ട് കേട്ടോ. ആ ഹെയർ പാക്ക് നിങ്ങൾ അതിൽ എന്താണ് മുരിങ്ങയിലയുടെ കുറച്ച് ഇല, നീലാമ്പരിപ്പൊടി, ബീട്രൂട്ടിൻ്റെ പൊടി, തുളസിയില, വേപ്പില, കറുവേപ്പില ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഹെയർ പാക്ക് നിങ്ങൾ വാങ്ങിച്ച് നിങ്ങൾ തലേദിവസം രാത്രി വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ തലയിൽ തേക്കുക കേട്ടോ. തലയിൽ തേച്ച് നിങ്ങൾ 1 മണിക്കൂർ തലയിൽ വെക്കുക. പിറ്റേ ദിവസം നിങ്ങൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ കഴുകിക്കളയുക കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഈ എൻ്റെ ഹെയർ പാക്കിൻ്റെയാണ് കേട്ടോ. ഉണ്ടോ? ഉണ്ടോ? അപ്പോൾ ഈ നരച്ച മുടിയൊക്കെ നിങ്ങൾക്ക് കറുത്ത് വരും കേട്ടോ. ഈ എൻ്റെ ഹെയർ പാക്കിൽ മെയിനായിട്ടുള്ളത് ഈ എന്താ പറയുക, മുടി കറുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ത്രൂ ഔട്ട് ഡൈ ഒന്നും ഇപ്പം ഞാനൊന്നും ഡൈ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഹെയർ പാക്ക് തന്നെ ഉപയോഗിച്ച് വരുമ്പോൾ എനിക്കിത് തന്നെ മതിയാവും. ഞാൻ ആഴ്ചയിലോ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇടും. പിന്നെ അതുപോലെ തന്നെ ഡെയിലി ഞാൻ ഇപ്പോഴൊന്നും അല്ല, സമയം കിട്ടുമ്പോഴൊക്കെ കുറച്ച് അപ്പം തന്നെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതിലോട്ടൊക്കെ ഇങ്ങനെ ഇവിടെ മാത്രമേ എനിക്ക് നരച്ചിട്ടുള്ളൂ, ഈ സൈഡിലും അതിൽ മാത്രം തേക്കും ഡെയിലി. അപ്പോൾ ഈ ഹെയർ പാക്ക് വന്നിട്ട് എന്താ പറയുക, ഒരു ദിവസമൊക്കെ നിൽക്കുള്ളൂ, ഹെയർ ഡൈ അല്ല കേട്ടോ. അപ്പോൾ ഡെയിലി നമുക്ക് തേച്ച് കഴിഞ്ഞാൽ ഉള്ള മുടിയൊക്കെ നമ്മുടെ നരച്ച കൂടുതൽ മുടി നരയ്ക്കത്തില്ല. ഉള്ള മുടി, ആ നരച്ച മുടി തന്നെ അങ്ങനെ തന്നെ ഉണ്ടാവും, നര കുറഞ്ഞും വരും കേട്ടോ. മെയിനായിട്ട് ഈ ഹെയർ പാക്ക് എന്താണ് മുടി കറുപ്പിക്കുന്നതിനും മുടി കൊഴിച്ചിൽ അപ്പം തന്നെ മാറുകയും ചെയ്യും, മുടി വളരുകയും ചെയ്യും. അതുപോലെ മുടിക്ക് നല്ല തിക്ക് കിട്ടും കേട്ടോ ഇത് ചെയ്യുമ്പോൾ തന്നെ. അപ്പം മെയിനായിട്ട് ഞാൻ പറഞ്ഞു തരാം. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഒത്തിരി പേര് അറിയില്ല പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഹെയർ പാക്ക് കേട്ടോ. ഇപ്പം ഞാൻ വീഡിയോ കാണിച്ചില്ലേ അതിലിട്ടത്, ഇത് ഹെയർ പാക്കാണ്. ഇതിലാണ് അത്രയും സാധനങ്ങൾ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ തലേദിവസം രാത്രി പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെക്കുക. രാവിലെ എണീറ്റിട്ട് തലയിൽ തേച്ച് 1 മണിക്കൂറെങ്കിലും മിനിമം വെക്കുക. ചേരാത്തവരാണെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ വെക്കുക. എന്നിട്ട് കഴുകിക്കളയുക കേട്ടോ. ഇത് ബെസ്റ്റാണ്. നിങ്ങൾ ഹെയർ ഡൈ ചെയ്യുന്നവരും ഒരു 2 ആഴ്ച ഹെയർ ഡൈ ഒക്കെ ചെയ്ത് പോകാറാവുമ്പോൾ ഇത് നിങ്ങൾക്കൊന്ന് ഇടാം കേട്ടോ. മുടിയുടെ ഗ്രോത്തിനും ഹെയർ ഡൈ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ റിയാക്ഷനൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളതാണ്. മുടി നന്നായിട്ട് വളരും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ സോപ്പും, ഈ അലോവേറ സോപ്പും നിങ്ങൾക്ക് ബെസ്റ്റാണ്. ഇതും മുടി കൊഴിച്ചിലും മാറും. ഇതിൻ്റെ ഒപ്പം തന്നെ ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഫലം കിട്ടും കേട്ടോ. അപ്പോൾ ഇതും മുടിയുടെ ഗ്രോത്തിനും മുടി വളരും കേട്ടോ ഈ സോപ്പ്. അതുപോലെ തന്നെ മുടി മോയ്സ്ചറൈസിങ് ആയിട്ട് ഉണ്ടാവും, മുടി തിക്നെസ് ഉണ്ടാവും, ഷാമ്പൂ ഇട്ട പോലെ ഉണ്ടാവും, ഒക്കെ ഒരുപാട് ഗുണങ്ങളാണ് ഇത് നര തടയും കേട്ടോ ഈ സോപ്പ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഹെയറിനെ കുറിച്ച് മാത്രമാണ്. ഈ 2 സാധനങ്ങൾ നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഹെയർ പാക്കാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ വീണ്ടും വീണ്ടും പറഞ്ഞ് ഞാൻ ലാഗ് ചെയ്യിക്കുന്നില്ല. ഈ 2 സാധനവും മുടിയുടെ ബെസ്റ്റ് സാധനമാണ് കേട്ടോ മുടിക്ക് വേണ്ടിയിട്ട്.
അപ്പോൾ താരൻ വരെ പോകും. ചിലവർ പറയുന്ന പേന് വരെ വെളിയിൽ വരാറുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ചെറിയ കുട്ടികൾക്കടക്കം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ചിലവർ എൻ്റെ നിന്ന് സോപ്പ് വാങ്ങിച്ചിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ പൊട്ടിപ്പോകുന്നു പറഞ്ഞിട്ട്. അപ്പോൾ ഒന്നും കൂടി വന്നപ്പോൾ ഞാൻ പറയുകയാണ്, പൊട്ടിപ്പോകാനായിട്ട് ഞാൻ പറയുന്നില്ലേ, അത് ഹോം മെയ്ഡ് ആയതുകൊണ്ട് പൊട്ടിപ്പോകും. അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോ ലെങ്ത് ആകുന്നില്ല. അപ്പോൾ ഇതിൽ ചേരുവകൾ ചിലവർ ചോദിച്ചിട്ടുണ്ടാകും ചേരുവയിൽ മാറ്റമുണ്ടോ? ചേരുവയിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അങ്ങനെയൊന്നും ചെയ്യുന്ന ആളെ അല്ല. അപ്പോൾ വീഡിയോ ലാഗ് ആകുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. നിങ്ങൾ എന്തായാലും ഈ എൻ്റെ 2 പ്രൊഡക്റ്റും വാങ്ങിച്ചു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെയറിനും എല്ലാത്തിനും യൂസ് ആവും. ഇത് ഹെയറിന് വേണ്ടിയിട്ടാണ് ഇത് പ്രത്യേകം എടുത്ത് പറഞ്ഞത്. ബൈ, ടാറ്റ.